സ്റ്റെപ്പ് ഇൻ ടു ആൻഡ് സ്റ്റെപ്പ് ഓൺ ഇറ്റ്. എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റെപ്പ് ഇൻ ടു എന്നാൽ ഒരു സ്ഥലത്തേക്കോ ഒരു സിറ്റുവേഷനിലേക്കോ അതല്ലെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസിലേക്ക് കടക്കുക. ടു എൻറ്റർ എ പ്ലേസ്, എ സിറ്റുവേഷൻ or a new experience. Step into a room, step into a garden, step into the kitchen, step into my office. She stepped into the room. അവൾ റൂമിലേക്ക് പ്രവേശിച്ചു. He stepped into a new job last month. അദ്ദേഹം ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം ഒരു പുതിയ ജോലിയിൽ പ്രവേശിച്ചു. സ്റ്റെപ്പ് ഇൻ ടു എ ന്യൂ ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ് വിത്ത് കറേജ്. ധൈര്യത്തോടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കൂ. അപ്പോൾ സ്റ്റെപ്പ് ഇൻ ടു എന്നത് അതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. ഒരു പുതിയ റോൾ എടുക്കുക, ആ ഒരു മീനിങ്ങിലും സ്റ്റെപ്പ് ഇൻ ടു ഉപയോഗിക്കാം. ഒരു പുതിയ ഫേസിലേക്ക്, ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക, അവിടെയും സ്റ്റെപ്പ് ഇൻ ടു ഉപയോഗിക്കാം. സ്റ്റെപ്പ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വളരെ ഡിഫറൻ്റ് ആണ്. ടു മൂവ് ഫാസ്റ്റർ, ടു ഹറി അപ്പ് എന്നാണ് മീനിങ്. തിടുക്കം കൂട്ടുക, ധൃതി വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. പ്ലീസ് സ്റ്റെപ്പ് ഓൺ ഇറ്റ് ആൻഡ് ഫിനിഷ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ വേഗം തന്നെ വർക്ക് ഫിനിഷ് ചെയ്യൂ, വേഗം വർക്ക് തീർക്കൂ എന്നാണ്. കം ഓൺ, സ്റ്റെപ്പ് ഓൺ ഇറ്റ്, ദ മൂവി സ്റ്റാർട്ട്സ് ഇൻ 10 minutes. വേഗം വരൂ, മൂവി 10 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ദ ഡ്രൈവർ സ്റ്റെപ്ഡ് ഓൺ ഇറ്റ് ടു റീച്ച് ഏർലി. ഡ്രൈവർ വേഗം എത്തുന്നതിന് വേണ്ടി ധൃതി കൂട്ടി, അല്ലെങ്കിൽ വേഗം മൂവ്ഡ് ഫാസ്റ്റർ എന്നാണ് മീനിങ്. വേഗം തന്നെ മൂവ് ചെയ്തു, വേഗം തന്നെ ഫാസ്റ്റായിട്ട് ഓടിച്ചു പോയി എന്നാണ്. സ്റ്റെപ്പ് ഓൺ ഇറ്റ് എന്നത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. ഒരു കാറോ മറ്റേതെങ്കിലും വാഹനം ഇത് ഓടിക്കുമ്പോൾ വേഗത്തിൽ പോകുന്നതിന് എന്താ ചെയ്യുക? പ്രസ്സിങ് ദ ആക്സിലറേറ്റർ അല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലെ ഡ്രൈവറോട് അങ്ങനെ പറയുന്നെങ്കിൽ, സ്റ്റെപ്പ് ഓൺ ഇറ്റ് എന്ന് പറയുന്നെങ്കിൽ എന്താണ്? പ്രസ് ദ ആക്സിലറേറ്റർ എന്നാണ്, ഗോ ഫാസ്റ്റർ എന്നാണ്. സ്റ്റെപ്പ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഹറി അപ്പ്, മൂവ് ഫാസ്റ്റർ, ഇൻക്രീസ് ദ സ്പീഡ് എന്നൊക്കെയാണ് മീനിങ്.